ഇതെന്നാടാ നീ വല്ലാണ്ട് ഇടി മേടിച്ചോ? ഒരു നക്കി നക്കി ചുമക്കണേ. ഈ സൈസ് ചുമയും വെച്ചോണ്ടിരിക്കരുത് കേട്ടോ. ആൻറ്റിബയോട്ടിക് കഴിക്കണം, അല്ലെ വല്ല പനിയായിട്ട് മാറും. അത് ഇത് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വല്ല കഫ് സിറപ്പ് വാങ്ങിച്ച് കഴിച്ചാൽ മതി. ആ അത് ശരി. ഈ കപ്പ് സിറപ്പ് കുടിച്ചിട്ടാ നീ പകൽ മുഴുവൻ ഒരു കോഴി കഞ്ചാവ് അടിച്ചിട്ടിരിക്കണ പോലെ ഇരിക്കണേ. ഇത് ആൻറ്റിബയോട്ടിക് കഴിക്കാൻ പോവുകയല്ല, ഞാനുള്ള കാര്യം പറഞ്ഞേക്കാം. ഈ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോണ ചുമയാകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ അത് അലർജി കൊണ്ടും ഉണ്ടാവും. ഈ പൂക്കളൊക്കെ പൂക്കുന്ന സമയമാണ്, ഇത് വല്ല പൂവിൻ്റെ അലർജി ആയിരിക്കും. അതിന് പൂ കൈകൊണ്ട് തൊട്ടിട്ട് നാളെ എത്രയാണെന്നറിയാമോ? എടാ, പൂ അലർജി വരാൻ പൂ കൈകൊണ്ട് തൊടുവോ ചെവി വെക്കുവോ ഒന്നും ചെയ്യണ്ട. ഈ പൂ പൂക്കുമ്പോൾ അതിൻ്റെ പൊടി അന്തരീക്ഷത്തിലെല്ലാം കലരും. അത് ശ്വസിച്ചാൽ ഇങ്ങനെ നമുക്ക് അലർജി ഉണ്ടാകും. മനസ്സിലായോ? ഈ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോണ ചുമയൊക്കെ ആകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അല്ല, നിനക്ക് എന്നാത്തിനെ തൊടുമ്പോഴാ എന്തിൻ്റെങ്കിലും അടുത്ത് പോകുമ്പോഴാണോ ഈ അലർജി ഉണ്ടാകണേ? എങ്ങനെയാണ് ഉണ്ടാകണേ? എനിക്ക് ചേട്ടായിയുടെ അടുത്തിരിക്കാറുതാ ഈ അലർജി ഉണ്ടാകുന്നത്. അവൻ ബുദ്ധം കുത്തിയിരിക്കണല്ലോ ഇരിക്കണു. ബാ പുറത്തേക്കൊന്ന് ഇറക്കാം, നല്ല വെതറ. നമുക്ക് ആ പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. നല്ല ശുദ്ധവായു കുറേ ശ്വസിക്കുമ്പോൾ ഇതൊക്കെ മാറും. ഏക്ക താതിനന്ദ 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 തെയ്യന്താര താതിനന്ദ 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 തെയ്യന്താര. ചെറുകുറുക ചെമ്പക ചീരക വീരക വിത്തമ മത്ത പൂത്തതും കാവറിച്ചതും കറിക്കരച്ചതും നെയ്യപ്പം ചുട്ടതും നീ അറിഞ്ഞോടി. അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണ് മീനാക്ഷി. താതിനന്ദ 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 താതിനന്ദ. എന്നാടാ പറ്റി? വണ്ടി നിന്ന് പോയല്ലോടാ. ഗ്യാസ് ഉണ്ടോ നോക്കിയ? ഗ്യാസൊക്കെ ഉണ്ട്. ഭാഗ്യത്തിന് വീടിനടുത്തെത്തി നന്നായി. നീ ഒരു കാര്യം ചെയ്തേ, ഒന്ന് ഇറങ്ങി പയ്യൊന്ന് തള്ളി നോക്കി. എനിക്ക് പണിയാ ചേട്ടാ, തള്ളു. എടാ, നീ പതുക്കെ തള്ളിയാ മതി, കുഴപ്പമില്ല. ഇത്തവണ ചേട്ടാ തള്ളു, ഞാൻ ഓടിക്കാം. എന്നാ നീ ഇറങ്ങി പ്രവാ. ചേട്ടാ, ഇത് തള്ളുവാണോ വലിക്കുവാണോ? എടാ, നീ ബ്രേക്ക് ചെയ്ത് കാലടാ. Oh, Mr. George, did your car break down again? No breakdown. I am doing for exercise. Man, that's an old car. I think you need to get a new car like my dad. Okay, then tell your daddy to buy a new car for me. Okay? ചേട്ടാ, പിള്ളേരല്ലേ, വിട്ടുകളാ. നേരെ നോക്കണം. Look, they still didn't put up the episode. Everybody's complaining. ആരെങ്കിലും ഒക്കെ ഇന്ത്യയിൽ പോയി കാണും, നന്ദിയില്ലാത്തമാര്. ഇമാർക്കൊക്കെ ഓരോ ആഴ്ചയിലും ഓരോ എപ്പിസോഡ് ഇത് ഇട്ടാ എന്താ ചുമ്മാ. എടാ ഗിരിഗിരി, ആ വണ്ടി നോക്കാൻ മെക്കാനിക്ക് വന്നായിരുന്നോ? അയാൾ വന്ന് അത് അയാൾ പറഞ്ഞു ഇത് ചേട്ടാക്കി ഇത് കൊടുത്തേക്കാൻ. ഓ, ഇതൊരു നീണ്ട ലിസ്റ്റാണല്ലോടാ. റിൻസി ഗ്രോസറിക്ക് ലിസ്റ്റ് എഴുതുന്ന പോലെ. ടൈമിംഗ് ബെൽറ്റ്. അതിന്റെ ടൈമിംഗ് ബെൽറ്റ് പറയാറോ? സെർപ്പന്റിൻ ബെൽറ്റ്. അതെന്നെ ബെൽറ്റാ? ഇതിന് മാത്രം ബെൽറ്റ് ഇടാൻ ഈ കാറിന്റെ സാധനങ്ങളും എല്ലാം ഊരിപ്പോകണം. എൻജിൻ ട്യൂണിങ്, എൻജിൻ ഓയില്, ഫിൽറ്റർ, ഇതിനെല്ലാം കൂടെ എന്നാ മുടക്കേണ്ട ഒരു നാമം പറഞ്ഞേ? ഏതാണ്ട് $3500. $3500? ആ വണ്ടിക്ക് മൊത്തം ഇല്ലോടാ വില. ഞാനും അവനോട് പറഞ്ഞു, ഏയ് ഡോ, കാർ വിത്ത് ചേട്ടാ ഇൻസൈഡ് നോ വർത്ത് 3500. എടാ, നീ എന്തിനാണ് അവനെ പട്ടീന്ന് വിളിക്കാൻ പോയത്? അതുകൊണ്ടല്ലേ അവൻ അങ്ങനെ കൂട്ടി പറഞ്ഞത്. മിനിമം എന്നാ മുടക്കിയാൽ ആ വണ്ടി ഒന്ന് റണ്ണിങ് കണ്ടീഷൻ ആക്കാൻ പറ്റുമെന്ന് നിനക്കൊന്ന് ചോദിക്കാൻ മേലാഞ്ഞോ? അങ്ങനത്തെ കണ്ടീഷൻ ആകണമെങ്കിൽ ചേട്ടാ ഒരു കാളനെ പിടിച്ച് ഫ്രണ്ടിൽ കെട്ടിയിടാൻ പറഞ്ഞു. Dad, why don't you just get rid of that old car? പിന്നെ ഓൾഡ് കാറ് അതിന്റെ കളർ ഇച്ചിരി പോയിട്ടുണ്ടെന്നുള്ളൂ, അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഓഫീസിൽ അലക്സ് പറയുക, ജോർജിന്റെ വണ്ടി പാർക്കിംഗ് ലോട്ടിൽ വന്ന് നിന്നത് പോലും ഞാൻ അറിഞ്ഞില്ലെന്ന്. അത്ര സൈലന്റ് ആ എഞ്ചിനെന്ന് അറിയാവോ? ചേട്ടാ ഈ ഉന്തിക്കൊണ്ടാണോ വന്ന് പോയത്? Dad, that car is getting pretty old. എനിക്ക് ആ കാറ് കയറാൻ തന്നെ ചമ്മല. My friends make fun of me. ഓ, നിനക്കൊക്കെ ഇപ്പോഴല്ലേ ചമ്മല്? നീ ഓൾമോസ്റ്റ് ജനിച്ച് വീണത് ആ വണ്ടിക്കകത്താ. നിന്റെയൊക്കെ ജന്മം മുതൽ ഈ കാലം വരെ ആ വണ്ടി സുന്ദരമായിട്ട് ഓടിയില്ലേ? ഇന്ന് വരെ അത് വഴി കിടന്നിട്ടില്ലേ? അഥവാ എന്തെങ്കിലും പ്രശ്നം വല്ലതും വന്നാൽ അത് വീടിനകത്ത് അടുത്ത് വരുമ്പോഴേ അതിന് ബ്രേക്ക് ഡൗൺ ആവുള്ളൂ. അത്ര കൂറുള്ള വണ്ടിയാ, അറിയാവോ?
പിന്നെ നിങ്ങൾക്കൊന്നും വേണ്ടെങ്കിൽ വിറ്റേക്കാം. ഇപ്പൊ ഞാനായിട്ട് എന്താ ഇത് കെട്ടിച്ചോന്ന് നടക്കണേ? ഇത് തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാനും പറയുന്നത്. അപ്പോഴെല്ലാം നാട്ടിൽ വീട് വെക്കാൻ പോവുക, കാശ് സേവ് ചെയ്യണമെന്നും പറഞ്ഞിരുന്നു. ആ പ്ലാൻ ഏതായാലും മുടങ്ങി. ഇനി ആ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കാശ് കൊണ്ട് ഒരു പുതിയ കാർ അങ്ങ് മേടിച്ചൂടെ? വെറോണിക്കയാണെ മോളെ കോളേജിൽ വിട്ടപ്പം അവൾക്കൊരു പുതിയ കൊറോള കാറാണ് മേടിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ വർഷത്തെ നല്ല മോഡലാണ് പോലും. അതുപോലെ ഒരു സിവിക്കോ കൊറോള അങ്ങ് മേടിച്ചൂടെ? അല്ല, നിനക്ക് വാൻ ഓടിച്ച് നടക്കാമെങ്കിൽ പിന്നെ ഞാനെന്താടി ഈ കൊറോളയും സിവിക്കും ഉണ്ടാക്കിക്കൊണ്ട് നടക്കണേ? എനിക്കും മേടിക്കാൻ പറ്റില്ല നല്ലൊരു വണ്ടി. ഞാൻ കഷ്ടിച്ച് സമ്പാദിച്ച് 10 രൂപ ഉണ്ടാക്കണേ എന്നെ കുഴിയിലേക്ക് വെക്കുമ്പോൾ ഇട്ടുകൊണ്ട് മൂടാനല്ല. നിനക്കൊന്നും വേണ്ടെങ്കിൽ ഞാനും മേടിക്കാൻ പോവാം നല്ലൊരു വണ്ടി. ഒരു ബെൻസ് തന്നെ മേടിക്കാമെന്ന് ഞാൻ അറിയട്ടെ. ആ, എനിക്കെന്നാ മേലെ ചെത്താൻ മേലെ. ഒരാഴ്ചക്കുള്ളിൽ ഈ ഡ്രൈവേയിൽ ഒന്നാമതൊരു ബെൻസ് കിടക്കും. നീയൊക്കെ നോക്കിയോ? Hello, good morning. Is this Ben's office? Yeah, my name is George Dekumuttil. I'm looking for a Mercedes-Benz car. Yeah. Oh, what class you looking for? Eddie, enna class? Do you have any middle class? Oh, not that side class. CES, right? How much for C class? 35,000. What about E class? 60,000. How much for S class? 90,000. Do you have any A class or B class? No? Okay, what time you open? Oh, you already opened, right? Oh, I know, I mean close. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. അച്ഛൻ എല്ലായ്പ്പോഴും ഈ മലയാളത്തിൽ തന്നെയുള്ള പ്രാർത്ഥന അറിയാവുള്ളൂ. അച്ഛൻ എന്നാ വല്ല മലയാളം മീഡിയം സെമിനാറിലാണോ പഠിച്ചേ? ഇംഗ്ലീഷ് പ്രാർത്ഥിച്ചാ എന്തിനാ ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കുന്നത്? ഈ കാരണം മനസ്സിലായിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ജർമ്മനിയിൽ നിന്ന് അച്ഛനെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കുക. കർത്താവെ, ഈ വാഹനത്തെയും ഇത് ഓടിക്കുന്നവരെയും ഇതിൽ സഞ്ചരിക്കുന്നവരെയും സകലവിധ അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിലും കാത്ത് സംരക്ഷിക്കണമേ. അപ്പോൾ അച്ഛാ, അവിടെ തളിച്ച അതിൻ്റെ പാട് വീഴും. എൻ്റെ മേത്തേക്ക് അടിച്ചോ, ഞാനല്ലേ ഇത് ഓടിക്കണേ. പിടിച്ചോ. മാറിയെങ്കിൽ താൻ ഈ ബെൻസ് കാർ കാണുന്ന ഇപ്പോഴായിരിക്കും. ഞാൻ 1989 ജർമ്മനിയിലായിരുന്നപ്പോൾ ഇതാ ഓടിച്ചിരുന്നത്. മനസ്സിലായോ? നല്ല പ്രായത്തിൽ വല്ല സെമിനാരിൽ പോയാൽ മതിയായിരുന്നു. എന്താ എന്നാ പറഞ്ഞാൽ എന്നാ സ്മൂത്തായി വണ്ടി. എടാ അതായത് നമുക്ക് ഈ ലൈസൻസ് പ്ലേറ്റില് തേക്കുംമൂട്ടിൽ നിന്ന് എഴുതിക്കണം കേട്ടോ. ലോങ് ഒന്നും അല്ല, അതിന് ടീ എഴുതിയിട്ട് നമുക്കൊരു കുത്തിടാം, എന്നിട്ട് മൂട്ടിൽ നിടാം. അപ്പം ഏത് പൊട്ടണം മനസ്സിലായിക്കോളും. Daddy, what's this? ഇനി കൊച്ചെ അതിന്റെ പുറകിലൊക്കെ കുറെ സ്വിച്ച് ഉണ്ട്, അവിടെ ഇവിടെ തുടരുത്. നീ സമയം കിട്ടുമ്പോൾ അതിന്റെ ഇതിന്റെ ആ മാനുവലൊക്കെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ, ഇതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത്. 8 കാസറ്റ് വരെ ഇടാന്നാ അവര് പറഞ്ഞത്. ചേട്ടായി, ഈ കാറ് കൊള്ളാം കേട്ടോ. ബാക്കിലിരുന്നിട്ട് ഒരു കുലുക്കവും സംഭവിക്കുന്നില്ല. ആ, അത് പിന്നെ ബെൻസ് അല്ലാതിരിക്കോടാ. അപ്പച്ചൻ എന്നെ ഒന്നും മിണ്ടാതിരിക്കണേ. വണ്ടിയെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. വണ്ടിയൊക്കെ കൊള്ളാം, പക്ഷെ കുണ്ടിക്ക് തീ പിടിച്ച പോലെ ഉണ്ടല്ലോടാ, തീ കുണ്ടത്തിൽ കയറി ഇരിക്കുന്ന പോലെ. അയ്യോ, അതാ സീറ്റ് വാമർ ചക്കിമോൾ ഓണാക്കിയതാ. അതായത് തണുപ്പത്ത് പിൻഭാഗമൊക്കെ ചൂടാക്കി വെക്കാനുള്ള ഒരു സൗകര്യം അത് സീറ്റിലിരിക്കുമ്പോ. എവിടെയാന്ന് ഓഫ് ആക്കിയിടാനായിട്ട്? അയ്യോ, അതിപ്പോ ഞാനിപ്പോ എനിക്കറിയാമല്ലോ. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം, വീട്ടിലേക്ക് പോവാം. ഒരു ശകലം നേരം അനങ്ങാതിരിക്കും. ഇപ്പൊ അവളോട് ചോദിക്കാം. അയ്യോ, അപ്പച്ചൻ എന്നാ പറ്റി? ഒന്ന് പിടിച്ചിറക്കണ. ഒന്ന് പിടിച്ചിറക്കണ പെട്ടെന്നാട്ടെ, എന്റെ ചന്തി മുഴുവൻ പൊള്ളി. ചൂട് വാനാണല്ലോ പിന്നെ. ഇത് ഞായറാഴ്ച എന്താ ഉറങ്ങാൻ സമ്മതിക്കാത്തത്? എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേക്കുന്നേ? എടി, ഇന്ന് പള്ളിയിൽ പോവണ്ടേ? പള്ളി പോവാൻ എത്ര നേരത്തെ എന്തിനാ പോകുന്നേ? രാവിലെ അവിടെ ചെന്നെങ്കിലേ ആ പള്ളിയുടെ ഫ്രണ്ടിൽ പാർക്കിംഗ് കിട്ടുള്ളൂ. നിനക്കറിയാവോ? അല്ലെ വേറെ വല്ലതും കൊണ്ട് പാർക്ക് ചെയ്യും. എടി, നമ്മൾ ബെൻസ് മേടിച്ച് 4 പേര് കാണണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, പിള്ളേരെ ഏപ്പീര്, ഞാൻ അപ്പച്ചനൊക്കെ പോയി കുത്തിപ്പോക്കാം. അപ്പച്ചാ എഴുന്നേക്ക്, നമുക്ക് പള്ളി പോകണ്ടേ? ഈ കൊച്ചു കുളപ്പാൻ കാലത്തോ നീ എന്താ പള്ളിയിലെ കപ്പ്യാരി പണി വല്ലതും ഏറ്റെടുത്തിട്ടുണ്ടോ?
അതല്ല അപ്പച്ച, നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച വണ്ടി എല്ലാരും കാണിക്കണ്ടേ? ആ ഫ്രണ്ടിൽ കൊണ്ട് ഇട്ടെങ്കിലല്ലേ അത് കാണുള്ളൂ. ഏക്ക് ഞാനിപ്പോൾ എങ്ങും വരുന്നില്ല ഈ തണുപ്പത്ത്. ഹ, എൻ്റെ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടേ തമ്പരാൻ കർത്താവ് എന്നോട് അങ്ങ് പുറത്തോളൂ. നീ ചെല്ല്. Daddy, why are we going so early? It's more like 5 o'clock. വേഗം വാ കൊച്ചേ, നിന്നോട് ഞാൻ പറയാം. അയ്യോടി, ഇവന്മാർ ഇന്നലെ രാത്രി തന്നെ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്ത ലക്ഷണം കേട്ടോ. ഒരൊറ്റ പാർക്കിംഗ് ഇല്ല ഫ്രണ്ടില്. അടുത്ത ആഴ്ച ആട്ടെ, ഞാനും പണി ഒപ്പിക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട്? ചുമ കുറവുണ്ടോ? ഞാൻ ബെൻസേ കയറി കഴിഞ്ഞപ്പം തൊട്ട് എൻ്റെ ചുമയൊക്കെ മാറി. ചേട്ടായുടെ ആ കൊറോളയാ എൻ്റെ അലർജി. പിന്നെ ഞാൻ ഇത്ര നാളത്തല്ലേ പോയി, എനിക്കങ്ങ് ഒരു ചുമയില്ലല്ലോ. നിനക്ക് തോന്നണ? എടാ, കൊറോണയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. എങ്ങനെയാടാ അത് ജെങ്കിയാടി കൊണ്ട് കളയണേ? നല്ല ഒന്നാന്തരം കണ്ടീഷനുള്ള വണ്ടിയല്ലേ, നിനക്കറിയാമല്ലേ? നീ ഒത്തിരി ആഗ്രഹിച്ചു അല്ലേ, നീ എടുത്തോ അത്? അയ്യേ, എനിക്കൊന്നും വേണ്ട ആ കൊറോള. അത് ഉന്തിക്കൊണ്ട് പോകുന്നതിന് പകരം ഞാൻ എൻ്റെ സൈക്കിൾ ചവിട്ടി പോകുന്ന. മാത്രമല്ല, ഞാൻ അതിൻ്റെ ആ സൈക്കിളിൻ്റെ 2 ടയറും പുതിയത് വാങ്ങിച്ചിട്ട് പിന്നെ പാട്ട് സെറ്റും പുതിയത് ഫിറ്റ് ചെയ്ത്. അറിയാവോ? ഓ, എന്നാ ഒരു കാര്യം ചെയ്യ്, ഒരു GPS കൂടെ മേടിച്ചങ്ങ് പോയി. ജോർജ് ചായ വണ്ടി കിടന്നങ്ങനെ തിളങ്ങുവാണല്ലോ. അത് പിന്നെ ഇത് ബെൻസ് അല്ലേ, ചുമ്മാ തുടച്ചിട്ടാ മതി, നല്ല പളപളാന്ന് കിടന്ന് മിന്നും. അല്ല ഇന്നെന്നാ എല്ലാവരും കൂടെ ഒന്നിച്ച് ഇറങ്ങിയിട്ടുണ്ടല്ലോ? അത് ഞങ്ങൾ ന്യൂജേഴ്സിയിൽ വിമൻസ് അസോസിയേഷന്റെ ഒരു ഫണ്ട് റൈസിംഗ് പ്രോഗ്രാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഓ അത് ശരി. അല്ല സാറ് ഇവരുടെ കൂടെ കൂടിയോ? കുറച്ച് നാൾ കൂടാന്ന് വെച്ചു, അല്ലാണ്ട് വേറെ രക്ഷയില്ല. അത് കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അകത്തേക്ക് കയറി, റിൻസി അകത്തുണ്ട്. ഞാൻ സാറിനോട് ഒരു കാര്യം പറഞ്ഞിട്ടങ്ങ് വന്നേക്കാം. ആ സാറിനെ കണ്ടത് നന്നായി. സാറിനോട് ഒരു കാര്യം ചോദിക്കാതിരിക്കുകയാണ്. അല്ല സാറിന്റെ ബെൻസിനകത്ത് ഏത് തരം ഗ്യാസ് അടിക്കണേ? ഓ, ദാറ്റ് യു ഷുഡ് ബി വെരി കെയർഫുൾ. താങ്കളുടെ ആ പഴയ കൊറകളെ അടിക്കുന്ന കൂട്ടി ചീപ്പ് ഗ്യാസ് ഒന്നും ബെൻസിൻ അടിക്കരുത്. പല പ്രോബ്ലംസും വരും. ടയോട്ടെ കൂട്ടല്ല, ദ പാർട്സ് ആൻഡ് സർവീസ് ആർ വെരി എക്സ്പെൻസീവ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും എക്സോൺ ഗ്യാസ് മാത്രമേ അടിക്കൂ. അതും പ്രീമിയം തന്നെ വേണം. അല്ല ഈ പ്രീമിയം എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഗ്യാസിന്റെ ഡബിൾ പ്രൈസ് എങ്കിലും വരികയല്ലേ സാറേ? കാശ് ഇത്തിരി കൂടുതലാണെങ്കിലും അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. മൊത്തം അങ്ങ് സ്മൂത്തായി കിട്ടും. എന്നത് വണ്ടിയോ അതോ പോക്കറ്റിലെ കാശോ? ഫ്ലയറൊക്കെ അടിച്ചു വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ സർക്കിളിലൊക്കെ അങ്ങ് വിൽക്കാമെങ്കിലേ എളുപ്പമുണ്ടല്ലോ കാര്യങ്ങൾക്ക്. നമ്മുടെ ഈ ഈസ്റ്റർ വിഷു സെലിബ്രേഷന് കലാപരിപാടി ഒന്നും ഇല്ലേ? അത് നമ്മുടെ സച്ചിയില്ലേ, അവന്റെ പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സച്ചിയോ? ആ, സച്ചിദാനന്ദനെ അറിയത്തില്ലേ? ജോസച്ചായ നമ്മുടെ സ്റ്റാർ സിംഗറില് ഒച്ച പോയിട്ട് കുറെ കരയൊക്കെ ചെയ്തൊരു പയ്യനില്ലേ? ഓ, അന്ന് പാവം കുറെ കരഞ്ഞു കേട്ടോ. അപ്പൊ പിന്നെ അവനെ വിളിക്കണത് നിങ്ങൾ പാടിക്കാനല്ലേ, കരയിക്കാനാണോ? പണ്ടൊക്കെ കേരളത്തിൽ ആകെപ്പാടെ 2-3 പാട്ടുകാരുണ്ടാകത്തുള്ളൂ. യേശുദാസ്, ജയേന്ദ്രൻ, അങ്ങനെയൊക്കെ. ഇപ്പൊ കാരണന്മാര് പിള്ളേര് +2 പാസ്സായി കഴിഞ്ഞാൽ ഉടനെ കോളേജിലൊന്നും അല്ല വിടണേ, പാട്ട് പാടിക്കാൻ റിയാലിറ്റി ഷോയ്ക്കാണ് വിടണേ. എന്നാ യുവമാരൊക്കെ ഫസ്റ്റ് പ്രൈസ് മേടിക്കണ പാടിയിട്ട പറ്റിയാണോ? EMS വഴിയല്ലേ? SMS. എനിക്ക് അതിന്റെ ഫുൾഫോം ഒന്നും അറിയാൻ മേല. അല്ല പാടിയിട്ടല്ലെന്ന് എനിക്കറിയാം. ഈ പാട്ടുകാരൊക്കെ നാട്ടിൽ ഇറങ്ങണമെങ്കിലും ഇവന്മാരുടെ ഒന്നും ഒരു പാട്ട് കാശ് കൊടുത്തൊരു മനുഷ്യൻ മേടിക്കണായിട്ട് എനിക്ക് തോന്നണില്ല. ചുമ്മാ കമ്പ്യൂട്ടറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുമല്ലേ. അല്ല ടിക്കറ്റിന്റെ കാര്യമൊക്കെ എന്തുവായി? അത് മിനിമം ഒരു $25 റേറ്റ് സിംഗിളിന്. പിന്നെ ഫാമിലി, പിന്നെ സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം. അതിപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഏതാണെന്ന് വെച്ചാൽ എടുത്താൽ മതി. അതെന്നെ ഷൻജിച്ച് അങ്ങനെ പറഞ്ഞേ? പ്ലാറ്റിനത്തെ കുറച്ച് ജോർജ് ചാനെ കൊണ്ട് എടുപ്പിക്കണില്ല. ജോർജ് ചാൻ ഇപ്പൊ ബെൻസിന്റെ ഓണറാ. അത് ശരിയാ. പ്ലാറ്റിനം ആകുമ്പോഴേക്കും ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ തന്നെ റിസർവ്ഡ് പാർക്കിംഗ്, അതും ഫ്രീ. പിന്നെ സച്ചിൻ്റെ കൂടെ ഡിന്നർ, അങ്ങനെ എല്ലാം കൂടി നോക്കുമ്പോൾ $500 വർത്ത. സ്മിത, ആ പ്ലാറ്റിനത്തിന്റെ എന്നെ ഒരെണ്ണം എടുത്തോളൂ. I can't believe George got a new car. And that too is in this economy. ഓ, എക്കോണമി ഒക്കെ നമുക്കല്ലേ, മൂങ്ങയ്ക്ക് എന്താ അമാവാസി എന്ന് പറഞ്ഞ പോലെ ജോർജിന്റെ കാര്യം. ഭാര്യയ്ക്ക് ഹോസ്പിറ്റലിൽ നല്ല ജോലി, അതിന് പുറമെ ഓവർ ടൈം, പിന്നെ ഗവൺമെന്റ് ജോലി,
അതിനിടയ്ക്കുള്ള ഇൻഷുറൻസ് പണി ഇതൊക്കെ തന്നെ എക്സ്ട്രാ ഇൻകല്ലേ. പിന്നെ കാർ മേടിക്കാൻ പാടില്ലേ. How is this insurance business going? അത് ഒന്നാമത്തിലായിട്ട് പോകുന്നുണ്ടെന്നാട്ടോ കേൾക്കണേ. നല്ല വിജയമാണ്. ജോർജ് പുതിയ ബെൻസ് മേടിച്ചെന്ന് കേട്ടല്ലോ. ചെലവ് ചെയ്യണം കേട്ടോ. എന്റെ പൊടിയാകോ ബെൻസ് മേടിച്ചതിന് ശേഷം ഈ പറഞ്ഞത് മാത്രമേ നടക്കണുള്ളൂ. ചെലവേ ഇനിയിപ്പോ നിങ്ങൾക്കായിട്ട് ഇത്ര കുറക്കണേ, നമുക്ക് കൂടിക്കളയാം. എന്നാലേ ഇന്ന് നമുക്ക് ഓഫീസ് കഴിഞ്ഞിട്ട് താഴെയുള്ള ബാറിലോട്ട് വിടാം. എനിക്കിന്ന് ലേറ്റ് ആയിട്ട് വീട്ടിൽ ചെന്നാ മതി. പ്രാർത്ഥനയൊന്നുമില്ലെന്ന്. By the way, George, did you finish those files? I am finished. I mean, I'm almost finished. Oh, then let me get you some more file. Thank you. ചേട്ടായി പാട്ടിടണോ? പിന്നെ നിന്റെ ഒരു ഉണക്ക പാട്ട്. ഇതിനകത്ത് 8-10 കാസറ്റ് വരെ ഇടാവുന്ന ചേഞ്ചറുണ്ട്. എന്നാലും പിന്നെ എനിക്ക് എന്തിനാ നിന്റെ പാട്ട്? ഇതിപ്പോൾ കറപ്പാൻ്റെ അങ്ങോട്ട് വഴി കളഞ്ഞ സൈക്കിളുമായിട്ട് നന്നേക്കാം പാട്ട്. ഏതായാലും എസ് ക്ലാസ് ഒരവസ്ഥയുള്ള സാധനം തന്നെ ആവട്ടോടാ. ഇത് എൻ്റെ ഐശ്വര്യം കാണാനുണ്ട്. അയ്യോ, നീ ആ ടൗണിലാണോ നിന്റെ പരട്ട സൈക്കിൾ തുടച്ചേ? എടാ, ഇത് ബെൻസിന് മാത്രം തുടക്കാനുള്ള തുണിയാ. ഇത് കണ്ടോ, അത്ര മുഴുവൻ ചെളിയായി. ഇനിയിപ്പോൾ ഇത് ഡ്രൈ ക്ലീൻ ചെയ്യണ്ടേ ഞാൻ? കേട്ടോ ഗിരിഗിരി, ഈ തറവാട്ടിൽ ഒരാന ഉണ്ട് എന്ന് പറയുന്ന പോലെ ആ ഒരു ബെൻസൊക്കെ മേടിക്കാന്ന് പറഞ്ഞ. ആനയ്ക്ക് പട്ടയും ശർക്കരയും കൊടുത്ത് തറവാട് മുടിയെങ്കിലുണ്ടല്ലോ. ഇതിന്റെ അവസ്ഥ അതൊക്കെ തന്നെയാ. ഈ സാധനം ഒന്ന് നടത്തിക്കൊണ്ട് പോണ രൂപ എത്ര ചിലവാണെന്നറിയാവോ? പിന്നെ ഇതിന്റെ ഇൻഷുറൻസ് സാധാരണ വണ്ടിയുടെ ഒരു 4 ഇരട്ടിയെങ്കിലും ഒക്കെ വരും. എന്തിന്? ഇത് കഴുകണ സോപ്പ് വരെ സ്പെഷ്യൽ സോപ്പാ. ഇതൊക്കെ ആണെങ്കിലും തറവാടിന്റെ മുറ്റത്തൊരു ബെൻസ് കിടക്കാന്ന് പറഞ്ഞാൽ അതൊരു അവസ്ഥ തന്നെയാ. സർവ്വ മനുഷ്യർ ഈ വഴിയാ പോണോ, ഇത് നോക്കാതെ പോവോ? അതാണ് ഇതിന്റെ ഗെയിം. ജോ, എടാ, പോയ് പോയ്. Did you see my new car? This car is not like your daddy's car. Your daddy's car is Chrysler. This is Benz. How is it? You like it? The car looks nice, but why are you wearing a skirt? This is not skirt. This is lungi. Indian Kerala dress. Hello, Mr. George. You look different today.